സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുകയും. ആത്മാവ് കഴിഞ്ഞ ദിവസം തന്നിൽ നിന്ന് തന്റെ ജഡത്തിൽ നിന്ന് ഈ പ്രാണൻ വിട്ടങ്ങുന്ന നിമിഷം തന്നെ അത് തേടിടത്ത് എത്തിച്ചേർന്നു. തന്റെ ആത്മാവിന് വേണ്ടി ഇനി ആരും ഒരു ക്രിയയും ചെയ്യേണ്ടതില്ല. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അത് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടവരാണ്. ഒരു പ്രതിഫല വിമോചനത്തിന് വേണ്ടി വിശുദ്ധന്മാർക്ക് ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടുമ്പോൾ ദുഷ്ടന്മാർ ന്യായവിധിക്ക് വേണ്ടിയാണ് ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്വസിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. പ്രിയ തങ്കച്ചാൻ വിശ്രമത്തിന് വേണ്ടി കടന്നുപോയി നമുക്കതിൽ വേർപാട് വേദന ഉളവാക്കുന്നതാണ്. ശാരീരികമായ മുറിവുണ്ടായാൽ അതിലൂടെ ട്രീറ്റ്മെന്റിന് വൈദ്യശാസ്ത്രമുണ്ട്. എന്നാൽ ഹൃദയത്തിൽ മുറിവുണ്ടാകുന്നതിനെ പരിഹരിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ ആത്മാവിനും മാത്രമേ കഴിയുള്ളൂ. ഇന്ന് പകലിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ കേട്ട വചനം കൊണ്ട് കുടുംബാംഗങ്ങൾ, പ്രിയ സഹോദരി, കുഞ്ഞുങ്ങൾ വളരെ പ്രത്യാശയോടെയാണ് ആയിരിക്കുന്നത്. എങ്കിലും നമുക്ക് വേർപാട് ഒത്തിരി വേദന ഉളവാക്കും. നമ്മുടെ അകത്തൊരു വലിയ പ്രത്യാശയുണ്ട്. നമ്മെ വിട്ട് മാറ്റപ്പെട്ടു പോയവരെ ദൈവയുടെ തീരത്ത് നമുക്ക് കാണാം എന്നുള്ള ഏറിയ പ്രത്യാശ. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നിമിഷം എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നാളെ കേൾക്കുന്ന മണിമുഴക്കം ആരുടേതാണെന്ന് അറിഞ്ഞുകൂടാ. നാളെ പത്രധാരി വരുന്ന ഫോട്ടോ, ആ ചിത്രം, ആ വാർത്ത ആരുടേതാണെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് നമ്മുടെ ലോകത്തിലെ യാത്രയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തിന്റെ അന്ത്യം ഇതുവരെ നമുക്ക് എപ്പോഴാണ് മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്നാൽ ജനിച്ച സകല മനുഷ്യരും മരണത്താൽ മാറ്റപ്പെടും. എന്നാൽ ദൈവം പഠിപ്പിക്കുന്നു, മരണത്താൽ എല്ലാവരും മാറ്റം നമുക്കുണ്ട്. അത് കർത്താവിന്റെ വരവിലുള്ള രൂപാന്തരമാണ്. ഇപ്പോൾ കർത്താവിനെ കാണാൻ മുടങ്ങുമെങ്കിൽ ഇന്നിവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും വൃഥാവായി തീരും. അത് ദൈവജനത്തിന് ഉറപ്പ് ഞങ്ങളുടെ പ്രത്യാശയമാണ്. അത് മറ്റൊന്നുമല്ല, കർത്താവ് തന്റെ ബിരുദാന്തത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. ലോകത്തിൽ താൻ ജനിച്ചപ്പോൾ ക്രിസ്തുവിൽ അല്ല ജനിച്ചത്, മാതാവിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ജനിച്ചു. എന്നാൽ ജീവിക്കുവാൻ കൊടുത്ത ആയുസ്സിൽ ദൈവജനത്തിന് സത്യം തനിക്ക് അറിയാൻ ദൈവം ഭാഗ്യം കൊടുത്തു. അത് മുഖാന്തരം തനിക്കൊരു വീണ്ടും ജന്മം ദൈവം നൽകി. ആ വചനത്തിന്റെ വ്യവസ്ഥയും വചന കൽപ്പനകൾ അനുസരിച്ച് യഥാർത്ഥമായി ജീവിച്ചതുകൊണ്ട് ഒരു ഭക്തനായി മരിക്കുവാൻ പ്രിയ തങ്കച്ചാൻ അവസരം കൊടുത്തു. നമുക്ക് ലഭിക്കുന്ന അവസരം എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ആകയാൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന അവസരം കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഏവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ഞാൻ വാക്കുകൂടി അവസാനിപ്പിക്കുന്നു. തൊണ്ണൂറാം സംഗീതത്തിനും കർത്തദാസന്മാർ എല്ലാവരും ഒരുമിച്ച് എടുക്കാം. എല്ലാവരും ചേർന്ന് തൊണ്ണൂറാം സംഗീതം ഒരുമിച്ച് വായിക്കും. കൊടുക്കും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യരെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരത്തിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിയുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാടുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം
അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ ഇതിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അതിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രത്യാശയോട് നമുക്ക് എല്ലാവർക്കും അല്പസമയം സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരിയെ, പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവം പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ. പ്രത്യാശയോടെ ജീവൻ നയിപ്പാനിട വന്നു. അനേക വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു, അനേക ദൈവദാസന്മാരെ ആദരിച്ചു, അനേകർക്ക് താങ്കളുടെ ആശ്വാസമായിരുന്നു. എന്നാൽ ഞങ്ങളെ കാലത്ത് മുൻപേ കർത്താവിന്റെ മുഖം കാണത്തക്കവണ്ണം ആ പരദീസ വിശ്രമത്തിന് വേണ്ടി താൻ കടന്നുപോയി. താമസമിന ആയാതി ശബ്ദം കേൾക്കുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ ഉയർത്തുന്ന ആ പൊൻപുലരിയിൽ കോടി കോടി വിശുദ്ധന്മാരോട് ചേർന്ന് ഈ ലോകമുള്ള ശരീരത്തോടെയല്ല, ഈ നിശ്ചലമായ ശരീരത്തോടെയല്ല, ഇതിനേക്കാൾ ശോഭയേറിയ ശരീരത്തോടെ അങ്ങ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോടെ മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വചനപ്രകാരം പൂഴിക്ക് പൂഴിയായും മണ്ണിന് മണ്ണായും നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കാകളം ധരിക്കും, മരിച്ചു രക്ഷയിലായി ഉയർത്തെഴുന്നേൽക്കും ആ പൊൻപുലരിയിൽ നമുക്ക് പ്രിയ പിതാവിനെ കാണാം. സ്വർഗത്തിൽ ദൈവസ്ഥിതി ഇറങ്ങുന്ന ഞാൻ കണ്ടു. സിംഹാസനത്തിൽ മഹാശബ്ദം പറയുന്ന ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. നമുക്ക് പ്രിയപിതാവിനോട് ബന്ധം ചെയ്യുവാനുള്ള അന്ത്യശുശ്രൂഷയും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കാകളം ധരിക്കും, മരിച്ച രക്ഷയിലായി ഉയർക്കും, പിന്നെ ജീവനോട് ശിക്ഷിതരായ രൂപാന്തരപ്പെടത്തൊക്കെ വേണം. ജീവനോടിരിക്കുന്നെങ്കിൽ നമ്മുടെ പ്രത്യാശ ജീവിതം ആമേൻ നയിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ക്രിസ്തുവിനെ സ്തോത്രം ചെയ്യുമ്പോൾ എല്ലാവരെയും വാത്സല്യ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരിയോട് പ്രാർത്ഥിക്കണം. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങൾ ഇന്നൊരു ശൂന്യതാബോധത്തിലായിരിക്കും. ഞങ്ങളുടെ പ്രിയപ്പെടുവാനിരുന്ന കസേര ശൂന്യമാണ്. ഞങ്ങളുടെ പ്രിയപ്പെടുവാൻ കടന്നു വന്നതായ വഴികൾ, ജീവിതാനുഭവങ്ങൾ ഒക്കെ ഞങ്ങൾ ഓർക്കും. വിശ്വാസത്തിന്റെ നല്ല പാതയിൽ നടന്നതായ അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കും. ഞങ്ങളുടെ സഭയ്ക്ക് ആ കുടുംബത്തിൽ നിന്ന് കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. മോളിമാമയെ ബലപ്പെടുത്തണമേ. റോണിക്കായി കുടുംബത്തിനായി, സോണിക്കായി കുടുംബത്തിനായി, ഹണിക്കായി കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജബ്രദറിനായി കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ, റെജി ബ്രദറിനായി, റീനിസിനായി സ്തോത്രം ചെയ്യും. മോളിമാമയുടെ സഹോദരിമാർക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തങ്കച്ചാന്റെ സഹോദര കുടുംബങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷിക്കാനുണ്ട്. ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണം.
പ്രിയപ്പെട്ടവന്റെ ശരീരം ആമേൻ അങ്ങ് മധ്യാകാശത്തിൽ വിളിക്കുമ്പോൾ ആത്മാവ് ശരീരത്തിലേക്ക് വന്ന് ആമേൻ തേജസ്സിന്റെ ശരീരത്തോടുകൂടി രൂപാന്തരപ്പെട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ആ നല്ല ദിനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളും ഇവിടെ നിന്ന് രൂപാന്തരപ്പെട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ ഇടയാകും കൃപ ഞങ്ങളിൽ എല്ലാവരും ആവസിക്കണം. ശുശ്രൂഷകൾ നിയന്ത്രിപ്പാൻ നിർവഹിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമ്മോടും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോടും അടക്കിയ യാത്രയ്ക്ക് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്ന് മുതൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ട തങ്കച്ചായനും ഞങ്ങൾ ഓരോരുത്തരും രൂപാന്തരം പ്രാപിച്ച കർത്താവിനോടുകൂടെ ആയിരിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ അങ്ങയുടെ വചനത്തിൽ കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് കർത്താവെ അല്പം ദുഃഖമുണ്ടെങ്കിലും മറുഭാഗത്ത് ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം ഞങ്ങളിൽ എല്ലാവരിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം ഒരുക്കുന്ന സമാധാനത്തിനും സന്തോഷത്തിനും ആ നിലനിൽക്കുന്ന പ്രത്യാശയ്ക്കുമായി ഞങ്ങൾ ഒരുമിച്ച ദൈവത്തെ സ്തുതിക്കട്ടെ. കർത്താവെ ശുശ്രൂഷ അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ഞങ്ങളോട് എല്ലാവരോടും തൃത്വത്തിൽ മൂന്നാമനായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സമാധാനവും സന്തോഷവും ഞങ്ങളോട് എല്ലാവരോടും വിശേഷാൽ പ്രിയപ്പെട്ട അമ്മാമ്മയോട്, പ്രിയ മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട്, ബന്ധുമിത്രാദികളോട്, ദൈവസഭയോട്, ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുന്ന അവിടുത്തെ കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, അവിടെ ഞങ്ങൾ എല്ലാവരെയും സമാധാനത്തോടെ അയക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും മുകളിലേക്ക് പ്രവേശിക്കാം.